Spearman's rank correlation coefficient എങ്ങനെ കണ്ടുപിടിക്കാം ആ type of questions ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, let us consider the first question. ആദ്യത്തെ question, compute the coefficient of rank correlation between the sales and advertisements. There are two variables, one is sales and advertisement. How are these two related? More the advertisement, more the sales, or what is the relationship between sales and advertisement? Are they positively correlated or are they negatively correlated? And what is the value of their correlation coefficient, rank correlation coefficient? Okay, and the amounts are expressed in thousands here. So this is sales and this is advertisements. Okay, so that we have 1, 2, 3, 4, 5, 6, 7, 8 pairs of values are given to you, and we need to find out what kind of correlation is it. So to find out rank correlation coefficient, we need sigma di square, because we know the formula of RR. RR is given as 1 minus 6 into sigma di square divided by n into n square minus 1. Okay, so we need sigma di square, and what is di square? It is the difference between the ranks of the two values, two variables. Okay, so here some values of x are given, here some values of y are given. We need to find out the ranks first of all. So rank of xi, okay, that is rank of xi, and here we shall take rank of yi. Okay, and here we shall be taking the differences. Okay, that is di will be equal to xi minus yi, and finally we will take the square of the deviations. Okay, അപ്പോൾ ഇതിനകത്ത് എങ്ങനെ എടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ഏതാണ് അതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക, അങ്ങനെ നമ്മൾ കൊടുത്തു പോവാം. ഓക്കെ, റാങ്ക് എങ്ങനത്തെയാണെന്ന് നോക്കാം. എന്നിട്ട് റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതിനകത്ത് ഒരു വാല്യൂ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ആദ്യം എക്സ്ഐയുടെ റാങ്ക്സ് ഇവിടെ എഴുതാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും ഹയസ്റ്റ് 95 ആണ്, അപ്പോൾ അതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കും. ഓക്കെ, പിന്നെ സെക്കൻഡ് 90 ആണ്, അതുകൊണ്ട് അതിന് സെക്കൻഡ് റാങ്ക് കൊടുക്കും. പിന്നെ ആഫ്റ്റർ 90 നമുക്ക് കിട്ടുന്നത് 85 ആണെന്നാണ് തോന്നുന്നത്, 85, അപ്പോൾ അതിന് തേർഡ് റാങ്ക് കൊടുക്കും. ആൻഡ് സോ ഓൺ, നമുക്ക് അങ്ങനെ കൊടുത്തു പോകാം. ഓക്കെ, അങ്ങനെ കൊടുത്തു പോകുമ്പോൾ 68ന് 8th റാങ്ക് കിട്ടും, പിന്നെ ഇതിന് 6th റാങ്ക് കിട്ടും, 82ന് 4th റാങ്ക് കിട്ടും, പിന്നെ 5th റാങ്ക് കിട്ടും. 70 ആകുമ്പോഴത്തേക്കും അതിന് 7th റാങ്ക് ആയിരിക്കും. നിങ്ങളതൊന്ന് ഓർഡർ നോക്കിയാൽ മതി. അസെൻഡിങ് ഓർഡറിൽ ഇതിനെ ഹയസ്റ്റ് ലോവസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് അതിനെ റാങ്ക് ആ രീതിയിൽ കൊടുക്കുമ്പോഴത്തേക്കും ഹയസ്റ്റ് വാല്യൂവിന് ലോവസ്റ്റ് റാങ്ക് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് റാങ്ക്. സെയിം വേ ഇതിന് റാങ്ക് കൊടുക്കണം, അതിനും റാങ്ക് കൊടുക്കാം. ഓക്കെ, സോ 7ന് നമുക്ക് സെക്കൻഡ് റാങ്ക് കിട്ടും, 6ന് നമുക്ക് തേർഡ് റാങ്ക് കിട്ടും, 2 ആകുമ്പോഴത്തേക്കും 7th റാങ്ക് ആയിരിക്കും, തേർഡിന് നമുക്ക് 6th റാങ്ക് ആയിരിക്കും, പിന്നെ 5th റാങ്ക്, പിന്നെ 4th റാങ്ക്, ഫസ്റ്റ് റാങ്ക് ആൻഡ് 8th റാങ്ക് ഹിയർ. ഓക്കെ, നമ്മൾ നോക്കുവാണെങ്കിൽ 8 ഈസ് ദ ഹയസ്റ്റ് വാല്യൂ ഹിയർ, സോ ഇറ്റ് ഹാസ് 1 ഫസ്റ്റ് റാങ്ക്. ഓക്കെ, പിന്നെ നമുക്ക് 1 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് വാല്യൂ ആണ്, അപ്പോൾ അതിന് കിട്ടിയിരിക്കുന്ന റാങ്ക് 8 ആണ്. ഓക്കെ, അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഡിഫറൻസസ് കണ്ടുപിടിക്കണം. xi മൈനസ് yi എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് xi, ഡിഫറൻസ് ബിറ്റ്വീൻ ദ റാങ്ക്സ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഈ xi ഈ yi അല്ല, ഈ റാങ്ക് ഓഫ് xi മൈനസ് റാങ്ക് ഓഫ് yi ആണ് ഇവിടെ വേണ്ടത്. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് 0 കിട്ടും, ഇവിടെ 0 ആണ്. പിന്നെ 8 മൈനസ് 7 എന്ന് ചെയ്യുമ്പോഴത്തേക്കും +1, 6 മൈനസ് 6 is 0, 4 മൈനസ് 5 ചെയ്യുമ്പോൾ -1 കിട്ടും, 5 മൈനസ് 4 എന്ന് പറഞ്ഞാൽ +1 ആണ്, ഇവിടെ 0 കിട്ടും, 7 മൈനസ് 8 എന്ന് പറയുമ്പോൾ -1 ആയിരിക്കും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 0 ആണ്. എപ്പോഴും സം ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ റാങ്ക്സ് ഷുഡ് ബി 0. ഓക്കെ, അതാണ് നമുക്ക് ഒരു വാലിഡേഷൻ ആണ് അവിടെ. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെല്ലാം കറക്റ്റ് ആണ്. ഇതൊരു പ്രോപ്പർട്ടിയും കൂടാണ്. ഡിഫറൻസസ് ബിറ്റ്വീൻ ദ റാങ്ക്സ് വിൽ ബി ഈക്വൽ ടു 0. സം ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ റാങ്ക്സ് വിൽ ബി ഈക്വൽ ടു 0. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുത്ത് അപ്പുറത്ത് എഴുതണം. ഓക്കെ, 0 ഇവിടെ സ്ക്വയർ 0, 1ൻ്റെ സ്ക്വയർ 1, 0, ഇത് -1ൻ്റെ സ്ക്വയർ +1, ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 1. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ആണ്. ഈ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എന്ന് പറയുന്നതാണ് നമ്മുടെ സിഗ്മ ഡി ഐ സ്ക്വയർ. സിഗ്മ ഡി ഐ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. ഇനി അതിനകത്ത് ഈ വാല്യൂസ് ഒക്കെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി ഐ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 4 ഇടുക. ഏത് 4? ഈ 4 ആണ് ഇടേണ്ടത്. ഓക്കെ,
എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ n. n എത്ര ഉണ്ടായിരുന്നു? നമുക്ക് 8 ആയിരുന്നു അല്ലേ? 1 2 3 4 5 6 7 8 8 പേഴ്സ് ഓഫ് വാല്യൂസ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അല്ലേ? n എന്ന് പറയുന്നത് 8 ആയിരുന്നു അല്ലേ? അപ്പോൾ 8 അവിടെ എഴുതുക, 8. ഓക്കെ, ഇവിടെ എന്താണ് കിട്ടുന്നത്? ഇവിടെ 8 into 8 square, 8 square minus 1 എന്ന് എഴുതുക. എന്നിട്ട് അതിനുശേഷം 1 മൈനസ് ഇവിടെ നിന്ന് സോൾവ് ചെയ്യുക. 6 4s are 24. ഓക്കെ, 24 ഡിവൈഡഡ് ബൈ 8 into 8 into 8 8s are 64 ആണ് അല്ലേ? 64 മൈനസ് 1 എന്ന് വരും പറയുമ്പോഴത്തേക്കും 63 ആവും. ഓക്കെ, ഇനി 8 3s are 24 എടുക്കാം, പിന്നെ ഇത് 21 ആവും അല്ലേ? 1 മൈനസ് 1 ബൈ 21 അല്ലേ? ഇപ്പം ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും, ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന 1 മൈനസ് 1 ബൈ 21 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താണ്? നമുക്ക് കിട്ടേണ്ട വാല്യൂ ആണ് 0.95. ഓക്കെ, 0.95 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എഴുതാം സിഗ്മ DI സ്ക്വയർ, TI സ്ക്വയർ എന്ന് പറയുന്നത് എത്ര ആയിരുന്നു? 4 ആണ് അല്ലേ? ഇത് രണ്ടും കൊണ്ടാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ നടത്തുന്നത്. ഓക്കെ, സിഗ്മ DI സ്ക്വയർ വേണം, n വേണം. ഈ രണ്ട് ഐറ്റംസ് ആണ് നമുക്കിവിടെ ഫോർമുലയിൽ വേണ്ടത്. ഓക്കെ, ദിസ് ഇസ് അവർ ഫോർമുല. ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടത്താം. നെക്സ്റ്റ് പ്രോബ്ലത്തിനകത്ത് സെക്കൻഡ് പ്രോബ്ലം ആണ്. ഓക്കെ, compute the rank correlation coefficient from the following data relating to the ranks given by the 2 judges in a contest to 10 candidates. ഇവിടെ നമുക്ക് 10 കാൻഡിഡേറ്റ്സ് ഉണ്ട്. 1 ഫസ്റ്റ് കാൻഡിഡേറ്റ്, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, അങ്ങനെ 10 കാൻഡിഡേറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം അവർക്ക് 2 ജഡ്ജസ് ആണ്. അവരെന്തോ ഫോർ എക്സാമ്പിൾ സിംഗിങ് കോൺടെസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്യൂട്ടി കോൺടെസ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ അതിനകത്ത് റാങ്ക് A കൊടുത്തത് ഈ ഫസ്റ്റ് പേഴ്സണിന് കൊടുത്തത് 10th റാങ്കും, റാങ്ക് B ഈ ഫസ്റ്റ് പേഴ്സണിന് കൊടുത്തത് 5th റാങ്കുമാണ്. അതുപോലെ റാങ്ക്സ് ഒക്കെ നമ്മൾക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾക്ക് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കമ്പ്യൂട്ട് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇപ്പോൾ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും ടൈ ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. ടൈ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇവിടെ 1 എവിടെയെങ്കിലും റിപ്പീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. 2 റിപ്പീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. 3 റിപ്പീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. 4 ഇല്ല. 5 6 7 8 9 10 ഒന്നും റിപ്പീറ്റ് ആവുന്നില്ല. ഈ കേസിലോ ഇതിനകത്തും 1 2 3 4 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. ഇവിടെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു നോർമൽ കേസ് തന്നെയാണ്. നമ്മുടെ ഫോർമുല ആസ് യൂഷ്വൽ RR എന്ന് പറയുന്നത് 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ DI സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്നായിരിക്കും ഫോർമുല. ഓക്കെ, ഇതിനകത്ത് നമുക്ക് സിഗ്മ DI സ്ക്വയർ പിന്നെ n കണ്ടുപിടിച്ച് വെക്കുക. നമുക്ക് n നമ്മുടെ കയ്യിൽ 10 ഉണ്ട് അല്ലേ? n എത്രയാണുള്ളത്? n നമ്മുടെ കയ്യിൽ 10 ആണ് അല്ലേ? n എന്ന് പറയുന്നത് 10 ആണ്. ഇനി നമുക്ക് വേണ്ടത് സിഗ്മ DI സ്ക്വയർ ആണ് ഇനി നമുക്ക് വേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഈ ഫോർമുലയ്ക്കകത്ത്. ഓക്കെ, n നമ്മുടെ കയ്യിൽ 10 ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? അപ്പോൾ അതിനെ നമ്മൾ ടേബിൾ നോർമലി വെർട്ടിക്കൽ ഫോമിൽ എഴുതുക. വെർട്ടിക്കൽ ഫോമിൽ എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇവിടെ 1 2 3 4 സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സിൻ്റെ. പിന്നെ അവിടെ നമുക്ക് XI ഉണ്ട്. ഡയറക്ട്ലി റാങ്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കയ്യിലുള്ള XIയും Yയും റാങ്ക് ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് അതിനെ സെറ്റ് ചെയ്ത് റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ആർ ഓൾറെഡി ഗിവൻ ആസ് റാങ്ക്സ്. വാല്യൂസോ സ്കോർസോ അല്ല, റാങ്ക് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വിത്തൗട്ട് റിപ്പീറ്റഡ് റാങ്ക്സ്. അപ്പോൾ ഇനി നമ്മളിവിടെ അതിനെ ഡിഫറൻസസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 10 മൈനസ് 5 എന്ന് പറഞ്ഞാൽ XI മൈനസ് Y കണ്ടുപിടിക്കുക. അപ്പോൾ 10 മൈനസ് 5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 ആയിട്ട് കിട്ടും. പിന്നെ 5 മൈനസ് 6 പോസിറ്റീവ് 1 ആണ്. 6 മൈനസ് 9 എന്ന് പറയുമ്പോഴത്തേക്കും 3 ആയിരിക്കും. 5 മൈനസ് 6 എന്ന് പറയുന്നത് നെഗറ്റീവ് 1 ആണ്. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 1 ആണ്. 2 മൈനസ് 8 എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് ഓഫ് 6 എന്ന് വരും. 3 മൈനസ് 7 എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് 4 വരും. 4 മൈനസ് 3 വരുമ്പോഴത്തേക്കും 1. 7 മൈനസ് 4 ഈസ് ഈക്വൽ ടു 3. പിന്നെ 9 മൈനസ് 10 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. 8 മൈനസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും 7 ആണ്. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെറുതെ നോക്കുക. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടിയും കൂടെ റിവൈസ് ചെയ്യുകയാണ്. ഓക്കെ, സം ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ റാങ്ക്സ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ക്വയർ ആയിട്ട് എടുത്ത് ഇപ്പുറത്തോട്ട് എഴുതുക. ദിസ് ഈസ് 25. ഓക്കെ, ഇവിടെ 1ൻ്റെ സ്ക്വയർ 1, 3യുടെ സ്ക്വയർ 9 ആണ്, 1 36 വരും. പിന്നെ 4 4s are 16 ആണ്, 1 ആണ്. ഓക്കെ, ദിസ് ഇസ് 16. അവിടെ 1, ഇവിടെ 9, ഇവിടെ 1, പിന്നെ ഇവിടെ 7 7s are 40.
9. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ കൂടെ സം കണ്ടുപിടിക്കണം. സം ഓഫ് ഡി ഐ സ്ക്വയർ കണ്ടുപിടിക്കണം. സം ഓഫ് ഡി ഐ സ്ക്വയർ എന്താണ്? സിഗ്മ ഡി ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 166 ആണ്. 166 ആണ്. ഇതെന്താണ് നമ്മുടെ കയ്യിൽ അപ്പോൾ എൻ ഉണ്ട്. എൻ എന്താണ് കിട്ടിയിരിക്കുന്നത്? എൻ എന്ന് പറയുന്നത് 10. പിന്നെ സിഗ്മ ഡി ഐ സ്ക്വയർ വേണം അല്ലേ? സിഗ്മ ഡി ഐ സ്ക്വയർ എന്താണ്? സിഗ്മ ഡി ഐ സ്ക്വയർ 166 ആണ് കയ്യിൽ കിട്ടുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സിഗ്മ ഡി ഐ സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാം. സോ ആർ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ ആർ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് വിൽ ബി ഈക്വൽ ടു 1 മൈനസ് ദിസ് ഇസ് സിഗ്മ ഡി ഐ സ്ക്വയർ ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. ഈ ഫോർമുലക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടുന്നത് 1 മൈനസ് 6 ഇൻറ്റു ഇവിടെ സിഗ്മ ഡി ഐ സ്ക്വയർ എന്താണ്? സിഗ്മ ഡി ഐ സ്ക്വയർ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് 166 ആണ് കിട്ടിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഇത്രയല്ല, ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ എന്ന് പറയുമ്പോൾ 10 ആണ് ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇവിടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 1 മൈനസ് 6 ഇൻറ്റു 166 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു ഇവിടെ 10 സ്ക്വയർ 100 ആണ്. 100 മൈനസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും 99 ആയിട്ട് കിട്ടും. ഇനി ഇതിനെ നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് മൈനസ് 0.006 എന്നായിരിക്കും വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അത് കാൽക്കുലേറ്ററിനകത്തോട്ട് പഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് 1 മൈനസ് ചെയ്യുക, അത് കഴിയുമ്പോഴത്തേക്കും 1 മൈനസ് 0.006 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിലേഷൻ കോഫിഷ്യന്റ് ഒന്നാമത് 0യുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ വെരി ലോ കോറിലേഷൻ ആണ്. പിന്നെ മൈനസും കൂടെ ഉണ്ട്. മൈനസ് എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് ഡയറക്ഷനിലേക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് വെരി ലോ കോറിലേഷൻ ആൻഡ് ദാറ്റ് ടു നെഗറ്റീവ് കോറിലേഷൻ ആണ് അല്ലേ? then there is no agreement between the two judges. ഒട്ടും കോറിലേഷൻ തമ്മിലൊരു ബന്ധമില്ല. രണ്ട് ജഡ്ജസിൻ്റെ റാങ്കിങ്ങിനകത്ത് തമ്മിലൊരു ബന്ധം കാണുന്നില്ല. അതുമാത്രമല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനും കൂടാണ് അല്ലേ? So therefore we can say that, therefore what can we say? Let us comment that there is very low, almost zero correlation അല്ലേ? So there is very low correlation. ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സീറോ ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് സീറോ ആണ് കിട്ടുന്നത് നമുക്കിവിടെ ഇത്. ഓക്കെ, ഓൾമോസ്റ്റ് സീറോ കോറിലേഷൻ ബിറ്റ്വീൻ ദ ടു ജഡ്ജസ് എന്ന് പറഞ്ഞാൽ തമ്മിൽ യാതൊരു അഗ്രിമെന്റ്, നോ അഗ്രിമെന്റ് ഓർ വെരി ലെസ് അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ടു ജഡ്ജസ്. ഓക്കെ, സോ നൗ ദാറ്റ് ഈസ് ഇറ്റ് വാട്ട് വി ക്യാൻ ഹാവ്. ഇവിടെ നമ്മുടെ കയ്യിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് നെഗറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് പ്രോബ്ലമിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഇത് കോൺസെപ്റ്റ് പ്രാക്ടീസ് പ്രോബ്ലം നമ്പർ 3 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തും റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് റാങ്ക് കോറിലേഷൻ ബിറ്റ്വീൻ ഇക്കോ മാർക്സ് ആൻഡ് സ്റ്റാറ്റ്സ് മാർക്സ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഇക്കണോമിക്സിൻ്റെയും മാർക്സിൻ്റെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് മാർക്സ് തന്നിട്ടുണ്ട്. ഈ മാർക്സിനെ ഞാൻ ഇങ്ങനെ വേർട്ടിക്കലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കണം. എവിടെയെങ്കിലും ടൈ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് റാങ്കിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് നോക്കുക. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇതാകുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് വാല്യൂവും കൂടെ സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് നോക്കുന്നത്? ഇത് XI റാങ്ക് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 80 ആണ് അല്ലേ? ഏറ്റവും ഹയസ്റ്റ് വാല്യൂ 80 ആണ്. അപ്പോൾ അതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കും. ഓക്കെ, പിന്നെ 50, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ 80 കഴിഞ്ഞ് നെക്സ്റ്റ് വാല്യൂ നമ്മുടെ 60 ആയതുകൊണ്ട് 60 അല്ലല്ലോ, 62 ആണ്. 62ന് സെക്കൻഡ് റാങ്ക് കൊടുക്കും അല്ലേ? പിന്നെ വരുന്നത് 60 ആണ്. 60ക്ക് തേർഡ് റാങ്ക് കൊടുക്കുന്നു. പിന്നെ 60 കഴിഞ്ഞിട്ട് കിട്ടുന്ന നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 56 ആണ്. 56ന് ഫോർത്ത് റാങ്ക് കൊടുക്കുന്നു. പിന്നെ ഫിഫ്ത്ത് റാങ്ക് കൊടുക്കാൻ പറ്റിയത് 50ക്കാണ് അല്ലേ? 50 ഇവിടെ 2 വട്ടമുണ്ട്. ദിസ് ഈസ് 150 ആൻഡ് ദിസ് ഈസ് 150. അപ്പോൾ നമ്മുടെ ഫോർത്ത് റാങ്ക് കഴിഞ്ഞിട്ടുള്ള ഫിഫ്ത്ത് റാങ്കും സിക്സ്ത് റാങ്കും കൂടെ ഇവർ രണ്ടുപേരായിട്ട് അങ്ങ് ഷെയർ ആകും. ഓക്കെ, ഫിഫ്ത്ത് റാങ്കും സിക്സ്ത് റാങ്കും കൂടെ. ഓക്കെ, 2 പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ഓരോ പൊസിഷനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫിഫ്ത്ത് റാങ്കും സിക്സ്ത് റാങ്കും കൂടെ 2 പേർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എത്ര പേരുണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ അതിനെ ഇപ്പോൾ ഫിഫ്ത്തിൻ്റെയും സിക്സ്ത്തിൻ്റെയും ഫിഫ്ത്തും സിക്സ്ത്തും റാങ്കാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മളിവിടെ ഫിഫ്ത്ത് കൊടുക്കുകയാണെങ്കിൽ ഇവന് സിക്സ്ത്ത് കൊടുക്കും. ഓക്കെ, ഇവിടെ ഫിഫ്ത്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ
നമ്മൾ 6th കൊടുക്കും. അത് അങ്ങനെ കൊടുക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഈ 5th and 6th റാങ്കിൻ്റെയും കൂടെ ആവറേജ് എടുത്തിട്ട് അത് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഈക്വൽ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, 5th റാങ്കും 6th റാങ്കും കൂടെ ഒരുമിച്ച് ഈക്വൽ ആയിട്ട് രണ്ടുപേർക്കും കൂടെ ഭാഗിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5th-ൻ്റെയും 6th-ൻ്റെയും ആവറേജ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് രണ്ടുപേർക്കും. അപ്പോൾ അത് നമ്മുടെ 5.5 ആണ്. 5th-ൻ്റെയും 6th-ൻ്റെയും ആവറേജ്, 5ൻ്റെയും 6ൻ്റെയും ആവറേജ് 5.5 ആണ്. അപ്പോൾ ഇവിടെയും 5.5th റാങ്ക് ആയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടത് 7th റാങ്ക് ആണ് അല്ലേ. 7th റാങ്ക്. 5th-ഉം 6th-ഉം ഇനി എങ്ങും കൊടുക്കത്തില്ല. ഓക്കെ, പിന്നെ ഇവിടെ YIക്ക് വേണ്ടിയിട്ട് അടുത്ത ഇതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 90 എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ അതിന് നമുക്ക് 1st റാങ്ക് ഇവിടെ കൊടുക്കാം. സെക്കൻഡ് ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ 75 ആണ്. 75 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ ഈ 2nd റാങ്കും 3rd റാങ്കും കൂടെ ഇവർ തമ്മിൽ വീതിച്ചെടുക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2.5ഉം ഇവിടെ 2.5ഉം ആയിരിക്കും. ഓക്കെ, പിന്നെ ആദ്യമേ ഉണ്ട് ഇവിടെ 65 കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ ഏതാണ്? 75 കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ 65 ആണ്. 65 3 വട്ടം റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് വരുന്നത് 1, 2, 3 റാങ്ക്സ് കഴിഞ്ഞു. ഇനി 4th, 5th, 6th റാങ്ക്, 4th, 5th, 6th റാങ്ക് ഒരുമിച്ച് ഇവർ 3 പേരിലും കൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നു. വേണ്ട, 4th, 5th, 6th റാങ്ക് ഇവർ 3ലും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്നത് അവരുടെ ആവറേജ് ആയിട്ടുള്ള ഒരു റാങ്ക് ആയിരിക്കും. 5th-ൻ്റെയും 6th-ൻ്റെയും 7th-ൻ്റെയും 4th, 5th, 6th റാങ്ക് ഒരുമിച്ച് ഇവർക്ക് 3 പേർക്കും കൂടെ വീതിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മുടെ 1st റാങ്ക്, 2nd റാങ്ക്, 3rd റാങ്ക് കഴിഞ്ഞു, 3 പേർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും റാങ്കും കൂടാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. അപ്പോൾ ഇവിടെ 5 കൊടുക്കണം, ഇവർക്കും 5 കൊടുക്കണം, ഇവർക്കും 5 കൊടുക്കണം. ഓക്കെ, 4th-ഉം 6th റാങ്കും ഇനി ആർക്കും കൊടുക്കത്തില്ല. അപ്പോൾ നേരെ വരുന്നത് അടുത്തത് 7th റാങ്ക് നേരെ ഇവിടെ നമ്മൾ കൊടുക്കും. ഓക്കെ, 7th റാങ്ക് നേരെ 50ക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ റാങ്കിങ് കഴിഞ്ഞു. ഇങ്ങനെയാണ് റാങ്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ടൈ വരുന്നിടത്ത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈക്വലി ഷെയർ ചെയ്ത് അതിൻ്റെ ടോട്ടൽ എത്ര ഏതൊക്കെ റാങ്ക്സ് വരുന്ന 3 പേരുണ്ടെങ്കിൽ അവരുടെ എല്ലാവരെയും ഓരോ റാങ്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ഒരു ആവറേജ് ആയിട്ട് എടുത്തിട്ടാണ് ഈ 3 പേർക്കും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കണം റാങ്ക് തമ്മിലുള്ള. സോ ഹിയർ ദ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 0. 4 - 2.5 ചെയ്യുമ്പോഴത്തേക്കും 1.5 ആണ് കിട്ടുന്നത്. 1.50 കിട്ടുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ ഡിഫറൻസ് 3 ആയിട്ട് കിട്ടുന്നു. 5 എന്ന് 2.5 പോകുമ്പോഴത്തേക്കും 3 കിട്ടുന്നു. 7 - 5 എന്ന് പറയുമ്പോൾ 2 ആവുന്നു. 5.5 - 5 0.5 ആവുന്നു. 2 - 7 എന്ന് ചെയ്യുമ്പോഴത്തേക്കും -5 ആവുന്നു. ഇവിടെ -2ഉം കിട്ടും. ഇതിൻ്റെയൊക്കെ സ്ക്വയർ എടുത്ത് അപ്പുറത്ത് എഴുതണം. ഇത് ആഡ് ചെയ്ത് നോക്കുവാണെങ്കിലോ, ആഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ 0 കിട്ടണം. ഓക്കെ, അത് നമ്മുടെ ഒരു വാലിഡേഷൻ ആണ്. എപ്പോഴും എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും മനസ്സിലാവും. ഓക്കെ, DI സ്ക്വയർ നമുക്ക് നോക്കാം. DI സ്ക്വയർ 0യുടെ സ്ക്വയർ 0, 15ൻ്റെ 225 ആണ്, 225 ആണ്. അപ്പോൾ ഈ പോയിന്റ് 2 ഉണ്ടല്ലോ, അപ്പോൾ അത് ഇപ്പുറത്തോട്ട് കൊടുക്കുക. ഓക്കെ, 2.25 ആയിട്ട് കൊടുക്കുക. പിന്നെ 0, ഇത് 3 3 9 ആണ്, 2 2 4 ആണ്, 0.5യുടെ 0.25 ആണ്. ഓക്കെ, 5 5 25 ആണ്, 2 2 4 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 44.50 എന്ന് കിട്ടും. ഓക്കെ, 44.50 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ n എന്താണ്? നമുക്ക് n കിട്ടിക്കഴിഞ്ഞു അല്ലേ. n എത്രയാണ്? n നമുക്ക് 7 ഉണ്ട്. നമുക്ക് സിഗ്മ DI സ്ക്വയർ ഫോർമുലയ്ക്ക് വേണം. അതാണ് നമ്മുടെ കയ്യിൽ 44.50 ഉള്ളത്. പക്ഷേ ഇവിടെ 2 ഐറ്റംസ് ഈ ഒരു സീരീസിൽ 52 ടൈംസ് 50യുടെ ഒരു ടൈ ഉണ്ട്. ഓരോ ടൈയിനും വാട്ട് ഈസ് ദ ടൈ ലെങ്ത് അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ 2 എണ്ണം തമ്മിലാണ് ഇവർ ടൈ ആവുന്നത് അല്ലേ, 50യും 50യും. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈ, അതിൻ്റെ ലെങ്ത് എത്രയാണ്? 2 ആണ് അല്ലേ. പിന്നെ ഇതൊരു സെക്കൻഡ് ടൈ ആണ്. സെക്കൻഡ് ടൈയുടെ ലെങ്ത് എത്രയാണ്? സെക്കൻഡ് ടൈ ലെങ്ത് എത്രയാണ്? ഇതിൻ്റെയും കൂടെ നമ്മുടെ കയ്യിൽ ഒരു ടൈ ലെങ്ത് നമ്മുടെ കയ്യിൽ 3 എന്ന് പറയുന്നത് കിട്ടുന്നു. എത്ര എണ്ണം ഉണ്ട്? ഇത് 3 എണ്ണം കൂടെ ഒരുമിച്ചാണ് ടൈ ആവുന്നത് അല്ലേ. ഇതൊരു ടൈ, ഇത് അടുത്ത ടൈ. ഫസ്റ്റ് ടൈയുടെ ലെങ്ത് 2, സെക്കൻഡ് ടൈയുടെ ലെങ്ത് 3 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയും ഇതിനകത്ത് വേറെ ഒരു ടൈയും കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ കാണാം. ഇവിടെ 75ഉം 75ഉം. ഓക്കെ, ഇത് രണ്ടും കൂടെ ഇതിൻ്റെ ടൈ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. നമുക്കപ്പോൾ ഫസ്റ്റ് സീരീസിനകത്ത് ഒരു ടൈ ഉണ്ട്, സെക്കൻഡ് സീരീസിനകത്ത് 2 ടൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ
ടൈസിന് വേണ്ടിയിട്ടും ഓരോ ടൈ ലെങ്തിന് വേണ്ടിയിട്ടും നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമ്മളപ്പോൾ ആദ്യം ഫോർമുല മനസ്സിലാക്കുക. ഫോർമുല എങ്ങനെയാണ് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ടൈ ലെങ്ത്തുകൾ കണ്ടുപിടിച്ചു, 1 2 then 3 and then 1 2. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ടൈ ലെങ്ത്സ് 3 ടൈസ് ഉണ്ട്. ഓരോ ടൈസും അതിൻ്റെ ടൈ ലെങ്ത് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും അതിൻ്റെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് വാല്യൂം എല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോർമുലയാണ് ആദ്യം. ഓക്കെ, ഫോർമുല നോക്കാം. ഫോർമുല എന്താണ്? ഫോർമുല ആണ് നമ്മുടെ കയ്യിൽ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന എന്താണ്? ഇവിടെ 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി ഐ സ്ക്വയർ. ഓക്കെ, 6 ഇൻറ്റു സിഗ്മ ഡി ഐ സ്ക്വയർ ഉണ്ട് നമ്മുടെ ഫോർമുലക്കകത്ത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ലാതെ നമ്മൾ എന്നിട്ട് ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ -1 എന്നൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വാല്യൂം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ടൈ ലെങ്സിൻ്റെ ഇത് എത്ര എണ്ണം ഉണ്ട്? അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഫോർമുല എന്താണ്? സിഗ്മ ഓവർ ജെ, ഇത് ടി ജെ ഹോൾ റേസ് ടു 3 മൈനസ് ടി ജെ ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ഡിവൈഡഡ് ബൈ 12 എന്നാണ് നമുക്ക് പറയുന്നത്. ഹോൾ ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഓരോ ടൈന് വേണ്ടിയിട്ടും ഓരോ ടി ജെ മീൻസ് ഓരോ ടൈ ആണ്. ഫോർ ജെ ഈക്വൽ ടു ദ ഫസ്റ്റ് ടൈ വി ഹാവ് 2. ടി ജെ എന്ന് പറയുന്നത് 2 ആകും. സെക്കൻഡ് ടൈന് വേണ്ടിയിട്ട് നമുക്ക് ടി ജെ എന്ന് പറയുന്നതും 2 ആയിരിക്കും. തേർഡ് ടൈന് വേണ്ടിയിട്ടും ടി ജെ നമ്മുടെ 3 ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്നിനെയും നമുക്ക് സം ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ 1/12 എന്നുള്ളത് ഓൾറെഡി നമുക്ക് താഴെ എഴുതാം. അതിനുശേഷം ഇവിടെ എന്താണുള്ളത്? ഈ ടി ജെ റേസ് ടു 3 മൈനസ് ടി ജെ അതിൻ്റെ സം എടുക്കണം. 3 കേസിലും നമുക്ക് സം എടുക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് കേസിനകത്ത് നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്യൂബ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടി ജെ എന്താണ്? ഫസ്റ്റ് ടി ജെ എന്ന് പറയുന്നത് T1. ഓക്കെ, T1 എന്ന് പറയുന്നത് 2 ആണ്, T2 എന്ന് പറയുന്നത് നമുക്ക് 2 ആണ്, T3 എന്ന് പറയുന്നത് 3 ആണ്. ആ രീതിയിൽ എടുക്കാം. 3 എണ്ണം. ഓർഡറിനകത്ത് പ്രാധാന്യമില്ല, അഡീഷൻ മാത്രമാണ്. അതുകൊണ്ട് അപ്പോൾ ഇത് 2⁻³ മൈനസ് 2 പിന്നെ പ്ലസ് സമ്മിനുള്ള പ്ലസ്. ഓക്കെ, ഇപ്പുറത്ത് എന്താണ്? ഇപ്പുറത്ത് അടുത്തത് സെക്കൻഡ് ടൈ ഏതാണ്? സെക്കൻഡ് ടൈയും 2 ആണ്. അതുകൊണ്ട് 2⁻³ മൈനസ് 2 എന്ന് കൊടുക്കുക. പിന്നെ പ്ലസ് തേർഡ് ടൈന് വേണ്ടിയിട്ടും 3⁻². ഇവിടെ ടൈ ലെങ്ത് എത്രയാണ്? ടൈ ലെങ്ത് 3 ആണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3⁻³ മൈനസ് 3 ആയിട്ട് കൊടുക്കുക. ഓക്കെ, ടൈ ലെങ്ത് ആണ് ഇവിടെ എഴുതുന്നത്. ടൈ ലെങ്ത് ക്യൂബ് മൈനസ് ടൈ ലെങ്ത് പ്ലസ് സെക്കൻഡ് ടൈ ലെങ്ത് ക്യൂബ് മൈനസ് ടൈ ലെങ്ത് പ്ലസ് തേർഡ് ടൈ ലെങ്ത് ക്യൂബ് മൈനസ് ടൈ ലെങ്ത്. ഓക്കെ, ആ രീതിയിലാണ് നമ്മളതിനെ അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/2 ഇൻറ്റു ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദിസ് ഈസ് 8 അല്ലേ? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 - 2 എന്ന് പറയുമ്പോൾ 6 ആയിരിക്കും. പ്ലസ് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 - 2 എന്ന് പറയുമ്പോൾ അഗെയിൻ 6 ആയിരിക്കും. പ്ലസ് 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 മൈനസ് 3 ആണ്. 27 - 3 എന്ന് പറഞ്ഞാൽ 24 ആണ്. ഓക്കെ, 24 ആയിട്ട് കിട്ടുന്നു. ഇവിടെ 2 അല്ല 12 ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇത് 24 പ്ലസ് 6 36. ഓക്കെ, നമുക്ക് 36 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടി. അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3. അപ്പോൾ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ എത്രയാണ്? അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറിയിൽ പഠിച്ച ഫോർമുല ഇതാണ്. ഓക്കെ, ഇതാണ് അവിടെ എഴുതിയിരുന്നത്. അതിന് പകരം ഞാൻ അതിനെ അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ എന്ന് എഴുതി. ഇവിടെ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് അത് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എഴുതി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനിയും നമ്മൾ ഈ ഫോർമുലക്കകത്ത് ഈ അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ n സിഗ്മ ഡി ഐ സ്ക്വയർ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ദിസ് ഈസ് 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി ഐ സ്ക്വയർ എന്താണ്? സിഗ്മ ഡി ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44.50 ആയിട്ടാണ് കിട്ടുന്നത്. പ്ലസ് വാട്ട്? അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ നമ്മുടെ 3 ആയിട്ടാണ് കിട്ടിയത് അല്ലേ? 3 ആയിട്ട് കിട്ടി. ഡിവൈഡഡ് ബൈ n ഇൻറ്റു n² - 1. n വാസ് 7. അപ്പോൾ നമുക്ക് 7 ഇൻറ്റു 7²
minus 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഫൈനലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.15 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദിസ് ഈസ് യുവർ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. അത് നമ്മുടെ 0.15 ആണ്, പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, നോട്ട് വെരി ഹൈ ബട്ട് സ്റ്റിൽ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട എന്താണ്, ടൈ വരുന്ന കേസിൽ എത്ര ടൈസ് ഉണ്ടോ, 3 ടൈസ് ഉണ്ട്, അപ്പം 3 TJs കിട്ടും. 3 സ്റ്റെപ്സ് ഇവിടെ ഇങ്ങനെ 1, 2, 3 ലെവലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോ ടൈ ലെങ്ത് ഇവിടെ എത്ര എണ്ണമാണ് ടൈ ആയിട്ട് വരുന്നത്, 2 എണ്ണം, അതുകൊണ്ട് ടൈ ലെങ്ത് 2. ഇവിടെ എങ്ങനെ ആയിരുന്നു, 2 എണ്ണം, അതുകൊണ്ട് ടൈ ലെങ്ത് 2. ഓക്കെ, അതുപോലെ തന്നെ 65 എത്ര പ്രാവശ്യം ഉണ്ടായിരുന്നു, 3 പ്രാവശ്യം. അപ്പോൾ അതിന്റെ ടൈ ലെങ്ത് എത്രയാണ്, 3 ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ടൈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര നമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര പേര് ഒരുമിച്ചാണ് ഒരു സീരീസിനകത്ത് ടൈ ആയിട്ട് വരുന്നത് എന്ന്. ഒരു സീരീസിനകത്ത് മാത്രമേ നോക്കത്തുള്ളൂ. ഇപ്പോൾ ഈ സീരീസിനകത്ത് 50-50 വന്നു, അപ്പോൾ അത് ടൈ ആയിട്ട് വന്നു. സി ദിസ് 50 ആൻഡ് ദിസ് 50 ദേ ആർ നോട്ട് കാൽക്കുലേറ്റഡ്. ഓക്കെ, ഇവിടെ ഒരു 50 ഉണ്ട്, ഇവിടെ ഒരു 50 ഉണ്ട്, ഇവിടെ ഒരു 50 ഉണ്ട്. ഈ 3 പേരെയും കൂടെ ഒരുമിച്ച് നോക്കത്തില്ല. ഒരു സീരീസിനകത്ത് 2 നമ്പേഴ്സ് സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ടൈ ആണ്. ഓക്കെ, അതേപോലെ ഇതേ സ്റ്റാറ്റ്സിനകത്ത് 3 നമ്പേഴ്സ് ഒരുമിച്ച് വന്നു, അത് ടൈ ആണ്. ഇവിടെ 2 നമ്പേഴ്സ് ഒരുമിച്ച് വന്നു, ടൈ ആണ്. മനസ്സിലായി? അതേപോലെ ഇവിടെ ഒരു 50 വന്നു, ഇവിടെ ഒരു 50 വന്നു, അത് ടൈ അല്ല. കാരണം അത് രണ്ട് സീരീസിനാണ്, ഒന്ന് X സീരീസിലും ഒന്ന് Y സീരീസിലുമാണ് ടൈ വെച്ച് കഴിഞ്ഞാൽ സെയിം നമ്പേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ടൈ ആയിട്ട് കണക്ക് കൂട്ടത്തില്ല. ഓക്കെ, ഇക്കണോമിക്സിനകത്തെ ടൈയോ സ്റ്റാറ്റ്സിനകത്തുള്ള ടൈ ഇൻഡിവിജ്വൽ ആയിട്ടാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. For a group of 8 students, the sum of the squares of differences in the ranks for maths and stats marks were found to be 50. ഇതെന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, the sum of squares of differences. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് സിഗ്മ DI സ്ക്വയർ ആണ്. സം ഓഫ് സ്ക്വയർ ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ മാത്സ് ആൻഡ് സ്റ്റാറ്റ്സ് വാസ് ഫൗണ്ട് ടു ബി 50. അപ്പം നമുക്കത് 50 തന്നിട്ടുണ്ട്. എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 8 സ്റ്റുഡൻസ് ഉണ്ട്. n എന്ന് പറയുന്നത് 8 ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്? വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടേബിളേഷൻ ഒന്നുമില്ല, കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാനുള്ള അവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ആ ഫോർമുലക്കകത്ത് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ആ ടൈപ്പ് പ്രോബ്ലം ആണ്. ബേസിക്കലി എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ഇങ്ങനത്തെയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ DI സ്ക്വയർ, 6 into sigma di square by n into n square minus 1. ഇതിനകത്ത് വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ DI സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 15 ഇടാം. 50 അല്ലേ തന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ n എത്രയാണ്, n 8 ആണ്. 8 ഇൻറ്റു 8 സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതും. ഇതിനെ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 1 മൈനസ്, ഓക്കെ, ഇവിടെ നിന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത്, 2 3s are 6 എടുക്കാം അല്ലേ. നമുക്കത് എങ്ങനെ എടുക്കാം, ഇത് കട്ട് ചെയ്ത് നമുക്കവിടെ എഴുതാം. ഇത് 2 3s are 6 ആയിട്ട് എടുക്കാം. പിന്നെ 2 ഇൻറ്റു 2 4s are 8 ആയിട്ട് എടുക്കാം. ഓക്കെ, 2 4s are 8. ഇനി ഇത് ഇവിടെയും വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ഇൻറ്റു 25 ഈക്വൽ ടു 50. 2 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 4. ഓക്കെ, പിന്നെ വരുന്നത് 1 മൈനസ് 3 into 25 divided by 2 ഉണ്ട്. പിന്നെ അപ്പുറത്ത് 8 8 64 മൈനസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും 63 ആയിട്ട് കിട്ടും. ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ കാൽക്കുലേറ്ററിനകത്ത് 3 into 25 ഡിവൈഡഡ് ബൈ 2 into 63 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇത്ര ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടേണ്ടത് 0.40 എന്ന് കിട്ടും. 0.40 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, ഫോർ എ നമ്പർ ഓഫ് ടൗൺസ് ദ കോഎഫിഷ്യന്റ് ഓഫ് റാങ്ക് കോറിലേഷൻ, എത്ര ടൗൺസ് ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, എത്ര ടൗൺസ് ഉണ്ടെന്ന് ഫൈൻഡ് ദ നമ്പർ ഓഫ് ടൗൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ തന്നിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ലാസ്റ്റിൽ നോക്കുക എന്താണ് കണ്ടുപിടിക്കേണ്ടത്. For a number of towns, the coefficient of rank correlation between the people living below the poverty line and increase of population is
0.50. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് റിവേഴ്സ് കാൽക്കുലേഷൻ ആണ് കേട്ടോ. റാങ്ക് കോറിലേഷൻ ഇസ് ഈക്വൽ ടു 0.50 എന്ന് തന്നിട്ടുണ്ട്. അത് മാത്രമല്ലാതെ നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. n നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? If the sum of squares of the difference in ranks awarded to the factor, sum of squares of differences തന്നിട്ടുണ്ട് sigma di square തന്നിട്ടുണ്ട്. അത് എന്താണ്? 82.50. നമുക്ക് n കണ്ടുപിടിക്കണം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഫോർമുലക്കകത്തോട്ട് ബാക്കി എല്ലാ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ n മാത്രമായിട്ടുള്ള ഒരു വേരിയബിൾ ഒരു സിറ്റുവേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? ഫോർമുല ഈസ് RR is equal to അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ റാങ്ക് കോറിലേഷൻ ഈസ് ഈക്വൽ ടു 1 minus 6 into sigma di square. എല്ലാ പ്രാവശ്യം ഫോർമുല എഴുതി പ്രാക്ടീസ് ചെയ്യുക. എക്സാമിൽ എഴുതണം നിർബന്ധമില്ല, പക്ഷേ ഇവിടെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. n into n square minus 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ തിരിച്ചെഴുതുവാണെങ്കിൽ RRൻ്റെ വാല്യൂ എത്രയാണ്? RRൻ്റെ വാല്യൂ 0.50 എന്ന് കിട്ടും. That is equal to 1 minus 6 into sigma di square എന്ന് പറയുമ്പോഴത്തേക്കും 82.50 എന്ന് കിട്ടുന്നു. ഡിവൈഡഡ് ബൈ n എത്രയാണ് അറിയത്തില്ല. n into n square minus 1 അതുപോലെ അവിടെ വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി ഇതിനെയൊക്കെ റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ ഫുൾ ഐറ്റത്തിനെ അപ്പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6 into ഇത് 82.50 ഡിവൈഡഡ് ബൈ n into n square minus 1 will be equal to ഇത് അപ്പുറത്തോട്ട് പോയി 1 minus 0.50 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 0.50 ആണ്. 0.50 എന്ന് തന്നെ കിട്ടും. ഇവിടെ നമുക്ക് 6 into 82.50 ഹോൾ ഡിവൈഡഡ് ബൈ ഇത് ബ്രാക്കറ്റ് ആണ്. ഓക്കെ, n into n square minus 1. ഇതൊന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് n into n square minus 1 എന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോവുക, അത് ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഡിവൈഡ് ചെയ്ത് സെറ്റ് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു n into n square minus 1 വിൽ ബി ഈക്വൽ ടു 6 into 82.50 ഡിവൈഡഡ് ബൈ 0.50. ഇവിടെ ഡെസിമൽസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ടോട്ടലി നമുക്ക് കിട്ടുന്നത് n into n square minus 1 എന്ന് പറയുമ്പോഴത്തേക്കും 990 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് 990 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അല്ല ക്യൂബിക് ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ഇതിനെ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് 10 ഇടുമ്പോഴത്തേക്കും 10 into 10 square minus 1 10 into 99 എഴുതാൻ പറ്റും. 10 into 99 എഴുതാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഫോർ n is equal to 10 ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ട് അല്ലേ. n 10 ആകുമ്പോഴത്തേക്കും ഈ ഇക്വേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ അബവ് ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഫോർ n is equal to 10 n into n square minus 1 എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് 10 into 10 square minus 1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 10 into ഇത് 100 minus 1 എന്ന് പറയുമ്പോഴത്തേക്കും 99 ആണ്. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് വാല്യൂ സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. 990 എന്ന് വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം n equal to 10 എന്നാണ് ആൻസർ. ഓക്കെ, so therefore what can we say? Therefore we can say that the rank correlation coefficient തന്നിട്ടുള്ള സിറ്റുവേഷനിൽ ഇവിടെ നമ്മുടെ n-ൻ്റെ വാല്യൂ therefore value of n is equal to 10 എന്ന് കണ്ടുപിടിച്ചു. നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്? നമ്പർ ഓഫ് ടൗൺസ് ആണ് n കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. n നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. n എത്രയാണ്? നമുക്ക് 10 ആയിട്ട് കിട്ടുന്നു. There are 10 towns in the problem. Okay, next question and the last question for last type of question. Okay, while computing the rank correlation coefficient between the profits and investments for 10 years of a firm, 10 വർഷത്തെ പ്രോഫിറ്റ്സും ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഡിഫറൻസ് ഇൻ ദ റാങ്ക് ഫോർ എ ഇയർ വാസ് ടേക്കൺ ആസ് 7 ഇൻസ്റ്റെഡ് ഓഫ് 5 by mistake, and the value of the rank correlation coefficient was computed as 0.80. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് റോങ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് റോങ് RR ആണ് തന്നിരിക്കുന്നത്. റോങ് റാങ്ക് കോറിലേഷൻ തന്നിട്ടുണ്ട്. അത് 0.80 ആണ്. ഇനി അത് എപ്പോഴാണ് സംഭവിച്ചത്? റോങ് റാങ്ക് അല്ലേ. ഡിഫറൻസ് ഇൻ റാങ്ക് വാസ് ടേക്കൺ ആസ് സിഗ്മ DIക്കകത്ത് നമ്മുടെ ആ ഏതോ ഒരു DI റോങ് DI. ഓക്കെ, നമ്മുടെ ഒരു റോങ് DI എന്ന് പറഞ്ഞെടുത്തത് ഏതാണ്?
was taken as 7 instead of the correct di. Okay, this is correct di. Correct di ഏതാണ്? Correct di എന്ന് പറയുന്നത് 5 ആണ്. Okay, now difference in rank for a year was taken as 7. ഇവിടെ xi minus yi ചെയ്ത സമയത്ത് 7 എടുത്തു പോയി 5 എടുക്കുന്നതിന് പകരം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ നമ്മുടെ സിഗ്മ ഡി ഐ സ്ക്വയർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് റോങ് ആയി പോകും അല്ലേ? സം ഓഫ് ഡി ഐ സ്ക്വയർ റോങ് ആവും. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം. സിഗ്മ ഡി ഐ സ്ക്വയർ ആണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ റോങ് സിഗ്മ ഡി ഐ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകണം. ഓക്കെ, നമ്മുടെ എത്ര പേരുണ്ട്? ദർ ആർ 10 ഇയേഴ്സ് ആണ് അല്ലേ? അപ്പോൾ n ഈസ് ഈക്വൽ ടു 10 ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ റോങ് ആയിട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, റോങ് ഡി ഐ 7 നമ്മുടെ അത് റീപ്ലേസ് ചെയ്ത് കറക്റ്റ് ഡി ഐ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടിടണം. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം റോങ് ഡി ഐ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, റോങ് ആയിട്ടുള്ള ഡി ഐ സ്ക്വയർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഫോർമുല എന്താണ്? ആർ ആർ. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ ഫോർമുലക്കകത്ത് തന്നെ റോങ് എന്ന് എഴുതാം. റോങ് ആർ ആർ will be equal to 1 minus 6 into wrong di, wrong sum of squares. Okay, wrong sum of squares of di, sum of squares of di അല്ലേ? wrong sum of squares of di divided by, കാരണം സം ഓഫ് സ്ക്വയർസ് ആണ് വേണ്ടത്. പക്ഷേ ഇത് റോങ് ആവാൻ കാരണം എന്താണ്? ഇത് റോങ് ആയി പോയതുകൊണ്ട്. ഇത് റോങ് ആവാൻ കാരണം എന്താണ്? ഏതോ ഒരു ഒബ്സർവേഷൻ റോങ് ആയിപ്പോയി, അതാണ് സംഭവം. റോങ് സം ഓഫ് സ്ക്വയർസ് ഓഫ് ഡി ഐ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാനത്ത് ഇവിടെ 10 ആണ്. അതുകൊണ്ട് 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ വാല്യൂ പുട്ട് ചെയ്യാം. റോങ് ആർ ആർ എത്രയാണ് തന്നിരിക്കുന്നത്? 0.080 ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു റോങ് സം ഓഫ് സ്ക്വയർസ് എത്രയാണ് അറിയത്തില്ല, അതവിടെ എഴുതുക. റോങ് WRONG റോങ് സിഗ്മ ഡി ഐ സ്ക്വയർ, റോങ് സം ഓഫ് സ്ക്വയർസ് അവിടെ എഴുതി, ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു ഇത് 99 ആവും. 10 100 മൈനസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും 99 ആണ്. ഓക്കെ, അപ്പോൾ ഇത് അപ്പുറത്തോട്ട് പോയി, ഇത് ഇപ്പുറത്തോട്ടും വന്നു. ഓക്കെ, അപ്പോൾ ഇനിയും കാൽക്കുലേഷൻ എങ്ങനെയാണ് പോകേണ്ടത് നോക്കാം. ഇപ്പോൾ റോങ് ഡി ഐ സ്ക്വയർ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് റോങ് ഡി ഐ സ്ക്വയർ കണ്ടുപിടിക്കാം. 6 ഇൻറ്റു റോങ് ഡി ഐ സ്ക്വയർ. ഓക്കെ, റോങ് സം ഓഫ് സ്ക്വയർസ് ഓഫ് ഡിഫറൻസസ് ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 99 വിൽ ബി ഈക്വൽ ടു, ഈ ഐറ്റം അങ്ങോട്ട് പോയി 1 മൈനസ് ഇപ്പുറത്തോട്ട് എഴുതുന്നു, 1 മൈനസ് 0.80 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിനെ ഒന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വൃത്തിയായിട്ട് എഴുതുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 6 ഇൻറ്റു റോങ് ഡി ഐ സ്ക്വയർ. ഓക്കെ, വിൽ ബി ഈക്വൽ ടു, ഇവിടെ എത്ര? 1 മൈനസ് 0.80 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 0.20 എന്ന് കിട്ടും. ഓക്കെ, 0.20യുടെ കൂടെ 10ഉം 99ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഡിവൈഡ് ബൈ 6 ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് 10 ഇൻറ്റു 99. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് കിട്ടുന്നത് റോങ് ഡി ഐ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, റോങ് ഡി ഐ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റും. റോങ് ഡി ഐ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? 33 എന്നാണ് കിട്ടുന്നത്. 33 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഡി ഐ കറക്റ്റ് ചെയ്യണം. ഡിഫറൻസസ്, സം ഓഫ് ഡിഫറൻസസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കറക്റ്റ് ഡി ഐ സ്ക്വയർ എടുക്കണം. അതെങ്ങനെയാണ് എടുക്കുന്നത്? റോങ് ഡി ഐ സ്ക്വയർ എടുത്തിട്ട് റോങ് ഡി ഐ സ്ക്വയർ മൈനസ് കറക്റ്റ് ഡി ഐ ഹോൾ സ്ക്വയർ. ഏതോ ഒരു ഒബ്സർവേഷൻ അല്ലായിരുന്നോ എററായിട്ട് വന്നേ? ആ റോങ് ഒബ്സർവേഷൻ്റെ എന്നെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ഒബ്സർവേഷൻ അവിടെ സെറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് റോങ് ഡി ഐ അതിൻ്റെ സ്ക്വയർ എടുക്കുക പ്ലസ് കറക്റ്റ് ഡി ഐ അതിനെ റീപ്ലേസ് ചെയ്യുക അല്ലേ? അപ്പോൾ അതിനെ നമുക്കിവിടെ 7 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്നെടുക്കണം. 7ന് പകരമല്ലേ 5 ഇട്ടിരുന്നത്, അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് 7 ഇൻസ്റ്റെഡ് ഓഫ് 5 അല്ലേ? 7 ആണ് റോങ് ഡി ഐ, എന്താണ്? 5. 7 ആണ് കറക്റ്റ് ഡി ഐ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ 7 സ്ക്വയർ മൈനസ് ചെയ്തിട്ട് 5 സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കറക്റ്റ് ഡി ഐ സ്ക്വയർ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 33 മൈനസ് 7 7s are 49 ആണ്, പ്ലസ് 5 5s are 25. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 എന്ന് കിട്ടും. ഓക്കെ, സോ സിഗ്മ ഡി ഐ സ്ക്വയർ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സിഗ്മ ഡി ഐ സ്ക്വയർ 9 ആണ്. പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം. എന്താണ് കറക്റ്റ്? ഇനിയും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കറക്റ്റ്
കറക്റ്റ് ആർ ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റഡ് ആർ ആർ എങ്ങനെ കണ്ടുപിടിക്കും? 1 മൈനസ് സിഗ്മ ഡി ഐ സ്ക്വയർ ഒറിജിനൽ, ഇത് കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് സിഗ്മ ഡി ഐ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. കറക്റ്റ് സിഗ്മ ഡി ഐ സ്ക്വയർ. ഓക്കെ, കറക്റ്റ് സിഗ്മ ഡി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 മൈനസ് സിഗ്മ ഡി ഐ സ്ക്വയർ നമ്മുടെ കയ്യിൽ 9 ആയിട്ട് കിട്ടി. എൻ എത്ര ആയിരുന്നു? നമുക്ക് 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ കിട്ടുന്നത് 1 മൈനസ് 9 ബൈ 10 ഇൻറ്റു 99. ഓക്കെ, അതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 1 മൈനസ് 1 ബൈ 10 ഇൻറ്റു 9 ഇൻറ്റു 11. ഓക്കെ, ഇത് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഫൈനൽ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 0.95 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. പ്രോബ്ലം സോൾവ് ആയി. സോ എല്ലാ ടൈപ്പിലെ പ്രോബ്ലം നമ്മളിവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള തിയറി ബേസ്ഡ് ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അതിന് നമ്മൾ സെപ്പറേറ്റ് സെഷൻ വെച്ചിട്ടുണ്ട്, അതിനകത്തായിരിക്കും എടുക്കുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വേറെ കുറച്ച് സ്റ്റുഡൻസിനോടും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.